ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഉച്ചഭക്ഷണമായിട്ട് ലഞ്ചിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാദം, അതായത് തൈര് സാദം, കേർഡ് റൈസ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ എപ്പോഴും കഴിക്കാൻ കിട്ടുന്നൊരു സാധനമാണ് ഹോട്ടലുകളിലൊക്കെ. ഞങ്ങളിവിടെ വീട്ടിലത് ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഒരു തൈര് കൊതിയാനുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. എളുപ്പമുണ്ടല്ലോ, നമുക്ക് പെട്ടെന്നൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് പെട്ടെന്നൊരു ഭക്ഷണം ഉണ്ടാക്കണം തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ നല്ല സാധനം. പിന്നെ ഇതൊന്നും കഴിച്ചാൽ വയറിനൊരു ദോഷമില്ല, വളരെ നല്ലതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ അരി വേവിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഇത് പൊന്നിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി ആയാലും കുഴപ്പമില്ല, പച്ചരി എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പച്ചരി എടുക്കണം. പൊന്നിയും അങ്ങനെ തന്നെയാണ്, നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കണം. മാത്രമല്ല പെട്ടെന്ന് വേവുന്ന പൊന്നി, ചില പൊന്നിക്ക് ഒരു വേവ് കുറച്ച് കഷ്ടിയുള്ളതുണ്ട്. ഇത് നല്ല നമ്മളെ പച്ചരി പോലെ തന്നെ വെന്തുടയുന്ന പൊന്നിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതൊക്കെ വെള്ളമൊക്കെ വാറ്റി വെച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആദ്യം ചെയ്യുന്നൊരു കാര്യം, ഇതിലേക്ക് കുറച്ച് ഉപ്പിടുകയാണ് ഈ ചോറിലേക്ക് കേട്ടോ. ഒരിത്തിരി ഉപ്പിട്ടു. പിന്നെ ഇതിലേക്ക് നമ്മളെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ തൈര്, അതായത് പുളിയൊന്നുമില്ലാത്ത തൈരാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇന്നലെ ഒഴിച്ച് വെച്ചതാണ്, ഇന്നലെ രാത്രി ഒഴിച്ച് വെച്ചാൽ നല്ല അധികം പുളിയൊന്നും ഇല്ലാത്ത തൈര്. അപ്പോൾ അത് കുറച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ അത് കുതിർന്ന് കിട്ടണം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി അതൊന്ന് തൈര് സാദം എന്ന് പറയുമ്പോൾ കണ്ടിട്ടില്ലേ, നല്ലോണം ഉടഞ്ഞാണ് ചോറ് ഇരിക്കുക. ആ ഒരു ഇതിനാണ് ഇതിപ്പോൾ ചോറ് ഞാനൊരു വളരെ കുറച്ച് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. അതിങ്ങനെ ഉടഞ്ഞ് കിട്ടണം. എന്നിട്ട് കുറച്ചും കൂടെ വേണം തൈര്. ഈ കപ്പ് മുഴുവൻ നമുക്കിതിൽ ഒഴിക്കാം. ഇളക്കി കൊടുക്കുക. ഇനി ചിലരൊക്കെ ഇതിൽ ക്രീമും മറ്റേ നമ്മുടെ മിൽക്ക് ക്രീമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ അതൊന്നും നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യാണ്. അപ്പോൾ കുറച്ച് പാല് ഇതിന് യൂസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പാല് കേട്ടോ, തിളപ്പിച്ച ആറിയ പാല് തന്നെയാണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു കുഴഞ്ഞ പരുവത്തിൽ വന്നു ചോറ്. കുറച്ചും കൂടെ പാലൊഴിക്കുകയാണ്. ഏകദേശം ഇത്ര മതി. കണ്ടോ, അതിന് നല്ല ഒരു ഡെസേർട്ടിൻ്റെ ഫോമിലേക്ക് വന്നു ചോറ്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ചോറിൻ്റെ പണി കഴിഞ്ഞു. ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, ഇളക്കി കൊടുത്ത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാനുള്ള കാര്യങ്ങൾ നോക്കാം. അതിനായിട്ട് ഞാനിതേ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരട്ടെ. ഇതേ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കടുകാണ് ഇടുന്നത്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് നെയ്യിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നെയ്യിൽ ഉണ്ടാക്കാം, വേണമെങ്കിൽ നമുക്ക് മലയാളികൾക്ക് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് വെളിച്ചെണ്ണയിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാനത് ഒതൻറ്റിക് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നെയ്യ് തന്നെയാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. നെയ്യ് ആവശ്യത്തിന് നമുക്ക് വറുത്തിടാനുള്ള നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഒരു 1.5 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തു. ഞാൻ ഒന്ന് ചൂടായി വരട്ടെ. ഇനിയിപ്പോൾ നമ്മൾ ചേർക്കുന്ന കാര്യങ്ങൾ ഇതേ ഉണക്കമുളകുണ്ട്, പിന്നെ കടലപ്പരിപ്പുണ്ട്, ഉഴുന്ന്, ഞാൻ ഉഴുന്ന് അടുത്ത ഉഴുന്ന് പരിപ്പായാലും തെറ്റില്ല. പിന്നെ നമ്മുടെ കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പ് കേട്ടോ. അത് കടുക് ഇതിൽ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ പരിപ്പുകളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി പച്ചമുളകാണ് കേട്ടോ. ഇഞ്ചി നല്ല കുനുകുനേ മുറിച്ചിട്ട് വേണം. പിന്നെ ഒരു പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, അത് ഇട്ടിട്ട് നന്നായി മൂത്ത് വരിക. അത് നന്നായി ഒന്ന് ഇഞ്ചിയൊക്കെ നല്ല ഇഞ്ചീൻ്റെ മണമൊക്കെ വരണം. ഒന്ന് മൂത്തോട്ടെ. ഇപ്പം നമ്മളിതിലേക്ക് ചേർക്കുന്നത്, അത് മൂത്തൊക്കെ വന്നു, കായത്തിൻ്റെ പൊടി കുറച്ചിട്ടോ. വേണമെങ്കിൽ കുരുമുളക് ക്രഷ് ചെയ്ത് ചേർക്കാം കേട്ടോ. ചിലർ കുരുമുളക് ഇഷ്ടമുള്ളവർ ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ ഇത് കുരുമുളക് ഇടുന്നില്ല. ആ വൈറ്റ് കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആവശ്യത്തിന് ഇത് വറവൊക്കെ ആയിട്ടുണ്ട്. ഇത് കായും പൊടിയൊക്കെ മൂത്തു. ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ കേർഡ് റൈസിൻ്റെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇന്ന് ഇളക്കി കൊടുക്കുക. തൈരിൻ്റെ ആ സ്വാദൊക്കെ നോക്കിക്കൊള്ളണം. ഈ സമയത്ത് ആവശ്യത്തിനായിട്ടുണ്ടോ, ആ പുളിയൊക്കെ വന്നിട്ടുണ്ടോ നോക്കുക. പിന്നെ അത് ഇപ്പോൾ പാകമായിട്ടുണ്ട്. അതിൻ്റെ ഒരു പാകം കണ്ടോ, കറക്റ്റ് ആയിട്ടുണ്ട്. ഇതേ നമ്മൾ തൈര് സാദം അഥവാ കേർഡ് റൈസൊക്കെ തയ്യാറായി.
പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഈ ഉപ്പൊക്കെ ഒന്ന് നോക്കി സ്വാദൊക്കെ പാകല്ലേന്ന് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർക്കാം. പിന്നെ ഉപ്പിൻ്റെ അധികം ആവശ്യമില്ല, കാരണം നമ്മൾ ഇത് പിക്കിള് ഒക്കെ കൂട്ടിയിട്ടാണല്ലോ, പപ്പടമൊക്കെ കൂട്ടിയിട്ടാണല്ലോ കഴിക്കുക. അപ്പം അധികം ഉപ്പ് ആവശ്യമില്ല, ഉപ്പൊക്കെ നോക്കി ചേർത്താൽ മതി. പിന്നെ തൈരിൻ്റെ ഇതും അതെ, പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ പുളിയുള്ള തൈര് യൂസ് ചെയ്യാം കേട്ടോ. ഞങ്ങളിവിടെ അധികം പുളി ഇഷ്ടമല്ലാത്തവരായതുകൊണ്ടാണ് വളരെ ഫ്രഷായ തൈര് യൂസ് ചെയ്തത്. പിന്നെ പാലും കൂടെ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് അധികം പുളിയുള്ള തൈര് യൂസ് ചെയ്യേണ്ട. എന്തായാലും നല്ലൊരു ഫുഡാണ്, വയറിന് ദോഷമില്ലാത്ത, എത്ര കഴിച്ചാലും മതി വരാത്തൊരു സാധനം, നല്ലൊരു ഫുഡാണ്. അപ്പോൾ ഇത് ഇവിടെ തൈര് കൊതിയൻ ഉള്ളത് കൊണ്ട് തന്നെ തൈര് കൊതിയൻ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞു തരൂ കേട്ടോ. ഞാൻ വിനാടിന് കൊടുക്കട്ടെ. എന്നിട്ട് അതേട്ടാ സൂപ്പർ കിടക്കാച്ചി. അപ്പോൾ തൈരൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടപ്പെടും. നല്ലൊരു ഭക്ഷണമാണ്, വളരെ ലളിതമായ ഒരു ഭക്ഷണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ. ഈ എളുപ്പമുള്ള തൈര് സാദം. അപ്പോൾ ഇത്രയും നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.